ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിലെനിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് മടക്ക് പൂരിയുടെ റെസിപ്പിയാണ്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. നമുക്ക് വാനില സ്പഞ്ചിന് ബേക്കിംഗ് സോഡ ആവശ്യമില്ല. നമുക്ക് ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു വട്ടം നന്നായിട്ടൊന്ന് അരിച്ച ശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലോർ മിക്സ് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതവിടെ ഞാൻ കോഴിമുട്ട ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ മുട്ട എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാർജ് കോഴിമുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. മീഡിയം സൈസിലുള്ള മുട്ടയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് എന്നുണ്ടെങ്കിൽ 4 എണ്ണം ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് എഗ്ഗിന്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബീറ്ററിന്റെ സ്പീഡ് ഫുൾ സ്പീഡിലാക്കിയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എഗ്ഗ് ഇവിടെ നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ഓയിൽ ചേർക്കരുത്. ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ഓയിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹൈറ്റ് കമ്മിയായി പോകും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓയിൽ ചേർക്കുന്നത് ചെറിയൊരു മോയ്സ്ചർ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല. 1 എന്നുള്ള സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് വേണം. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫ്ലോർ മിക്സ് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കേക്ക് ടിന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 8 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറും അതുപോലെ തന്നെ ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി ഓവനിൽ ബേക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ 30 തൊട്ടിട്ട് 35 മിനിറ്റ് വരെ 120 ഡിഗ്രി സെൽഷ്യസിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ 40 തൊട്ടിട്ട് 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഈ ബാറ്ററിനെ ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ കേട്ടോ.
അങ്ങനെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഷുഗർ സിറപ്പ് 1 കപ്പ്, പഞ്ചസാര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രോബെറിക്ക് പകരം ഫില്ലിങ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പായിട്ട് ചെറി യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ചെറി കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് ഞാനിവിടെ സ്ട്രോബെറിയുടെ ക്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. നമുക്കൊന്ന് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്പഞ്ച് വെക്കുന്ന സമയത്ത് സൈഡ് ഭാഗമൊക്കെ കറക്റ്റ് ആണോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കണേ. അങ്ങനെ അത് ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കോട്ടിങ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു ഡിസൈനാണ് ചെയ്യുന്നത്. വെയ്റ്റ് ഫോറസ്റ്റിന്റെ സാധാരണയായിട്ടുള്ള ഡിസൈനല്ല നമ്മൾ ഈ ഒരു കേക്കിന് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ക്രീം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നോക്കിക്കാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഇതാ ഈ ഒരു സ്ക്രാപ്പറിന്റെ ഈ ഒരു പാകം വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രീമിൽ ഒരു ഡ്രോപ്സ് റെഡ് കളർ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളർ കിട്ടിയത് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് പണി കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ആ സ്ക്രാപ്പറിൻ്റെ നടുവിലുള്ള ആ ഒരു ഷേപ്പ് വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് പീച്ച് കളറും വൈറ്റ് കളറും കോമ്പിനേഷൻ ചെയ്യാന്നുള്ളൊരു രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ക്രീം അപ്ലൈ ചെയ്ത്. പക്ഷേ ഞാൻ പാലറ്റ് നൈഫ് പിടിച്ചത് ഒട്ടും തന്നെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. ചെരിച്ച് പിടിച്ചത് കൊണ്ട് 2 കളറും കൂടിയിട്ട് മിക്സായി പോയി. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, ഒരു ലൈറ്റ് ഒരു പീച്ച് കളറും ഒരു വൈറ്റ് കളറായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. പിന്നെ വേറൊന്നും നോക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് മൊത്തം ഡിസൈൻ ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടം വൃത്തിയുണ്ടോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല. കാരണം ഞാൻ നല്ല ടെൻഷനായി പോയി. ഇനിയിപ്പോൾ അടുത്ത സൊല്യൂഷൻ എന്താണെന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഒരു കണക്കിന് ഇത് ഒരു അനുഭവം തന്നെയാണ്. അനുഭവം നമ്മൾ പിന്നീട് നമുക്കൊരു പാഠമാണല്ലോ. കാരണം ഈ ഒരു അബദ്ധം ഇനിയും നമുക്ക് സംഭവിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു റോസ് ഫ്ലവറും അതുപോലെ തന്നെ കുറച്ച് ലീവ്സും വരച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് നല്ലൊരു മോടിയാക്കി എടുത്തു. അപ്പം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റായിട്ട് കാണാനായിട്ട് ഫൈനൽ ലുക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കസ്റ്റമറും വളരെയധികം ഹാപ്പി ആയിരുന്നു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. വലുതൊന്നും ഞാൻ പറയാനായിട്ട് ആളല്ല, ചെറിയൊരു കാര്യം തന്നെയാണ്. എനിക്കോട്ട് എത്രയോ പണി കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഞാൻ എത്രയോ ചെറുത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ കസ്റ്റമർ വളരെയധികം ഹാപ്പി ആയിരുന്നു. ഡിസൈൻ കൊണ്ടായാലും കേക്കിൻ്റെ ടേസ്റ്റ് കൊണ്ടായാലും അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഫൈനൽ ലുക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.